നമ്മളിന്ന് പോകുന്നത് ഇടുക്കി ജില്ലയിലെ ചൂട്ടുപാളക്കല്ലെന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് കേട്ടോ. അപ്പം എനിക്ക് തോന്നുന്നത് നിങ്ങളധികം പേരും കേട്ട് കാണാൻ സാധ്യതയില്ലാത്ത വലിയൊരു സംഭവം അരങ്ങേറിയ സ്ഥലമാണ് ഈ ഒരു ചൂട്ടുപാളക്കല്ലെന്ന് പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് തൊടുപുഴ കാഞ്ഞാർ വാഗമൺ റൂട്ടിൽ പുത്തേടെന്ന് പറഞ്ഞൊരു സ്ഥലത്താട്ടോ. അപ്പോൾ ഇതാണ് പുത്തേടെന്ന് പറഞ്ഞ സ്ഥലം. അറക്കുളം ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്നൊരു മലയോര ഗ്രാമം കേട്ടോ. പുത്തേട് ഈ ഒരു സിറ്റിയിൽ നിന്ന് നമുക്ക് റൈറ്റ് എടുത്ത് വേണം ചൂട്ടുപാളക്കല്ലിലേക്ക് പോകാനായിട്ട്. കണ്ടോ ഈ കിടക്കണ വഴി, അതായത് റൂട്ടെന്ന് ഞാൻ പറഞ്ഞ തൊടുപുഴ കാഞ്ഞാർ പുള്ളിക്കാനം വഴി വാഗമണിലേക്ക് കിടക്കുന്ന റൂട്ടാണ്. ഇവിടെ നമുക്കൊരു റേഷൻ കടയൊക്കെ കാണാം. ആ റേഷൻ കടയൊക്കെ കഴിഞ്ഞിട്ട് മേളിലേക്കൊരു വഴിയുണ്ട്. ഇവിടെ ഒരു വലിയ വീടൊക്കെ ഉണ്ട്. ആ വലിയൊരു മലയുടെ മേളിലേക്കാട്ടോ നമ്മൾ കയറി പോകുന്നത്. അപ്പോൾ കുറേ ദൂരം നല്ല വഴിയുണ്ടെന്നാണ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഓഫ് റോഡൊക്കെ ആട്ടോ. അപ്പം നല്ല വഴി ഉള്ള അവിടെ വരെ നമുക്ക് വണ്ടിയും കൊണ്ട് പോവാം. കണ്ടോ ഇതുവഴിയാണ് കയറി പോകേണ്ടത്. നല്ല കുത്തനെയുള്ള കയറ്റം കേട്ടോ. കയറ്റം എന്നൊക്കെ പറഞ്ഞതേ വഴി കിടക്കാൻ കണ്ടില്ലേ, ഒന്നും ആയിട്ടില്ല, ഇനിയും കുറേ തൊട്ട് പോകണമായിരിക്കും. ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലം കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നിർത്തി കേട്ടോ. ഇതൊരു വ്യൂ പോയിൻ്റ് ആണെന്ന് തോന്നുന്നു. കണ്ടിട്ട് മലങ്കര റിസർവോയറൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ആ മൂലമറ്റ ഏരിയയ്ക്കാണ് അവിടെ വരുന്നത്. ഒന്നും കാണത്തില്ല കേട്ടോ കറക്റ്റായിട്ട്. ഇതെന്തിനായിരിക്കാം ഈ റോഡ് സൈഡിൽ ഇങ്ങനെ രണ്ട് ബെഞ്ച് കോൺക്രീറ്റ് കൊണ്ട് ഉണ്ടാക്കിയിട്ടേക്കുന്നത് കേട്ടോ. ഇതിൻ്റെ ഒരു ഉപയോഗം എന്തായിരിക്കും? എന്തായാലും ഇതിൻ്റെ മേളിൽ കയറി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ആ ഒരു വ്യൂ ഒക്കെ നല്ല അടിപൊളിയായിട്ട് കാണാം കേട്ടോ. ഇതിവിടെയുള്ള ആരുടെയും സ്ഥലമായിരിക്കും. കൃഷിയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ, മൊത്തം കാട് മൂടി കിടക്കുവാണേ. അങ്ങനെ അതിരി തിരിച്ചേക്കണം കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ റബ്ബർ തോട്ടമാണത്, ഒരു നെല്ലിമരം നിൽക്കുന്നുണ്ടോ. അപ്പോൾ ഈ ഒരു ചൂട്ടുപാളക്കല്ലിനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നത് മൂലമറ്റത്തുള്ള ടിജോബ്രോ കേട്ടോ. അപ്പോൾ ടിജോബ്രോയുടെ ചാനൽ വില്ലേജ് വ്ളോഗ്സ് ബൈ ടിജോ എന്ന് പറഞ്ഞ ചാനലൊക്കെ ഉണ്ട് ആൾക്ക്. നമ്മുടെ മൂലമറ്റത്തെ ഇടുക്കിയിലൊക്കെ അധികം കാണാത്ത കാഴ്ചകളൊക്കെയാണ്, ഗ്രാമപ്രദേശങ്ങളൊക്കെയാണ് ആൾ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ടിജോബ്രോ ഇവിടെ വന്ന് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ വന്ന് ഈ ഒരു ചൂട്ടുപാളക്കല്ലിൽ വന്ന് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതല്ലാതെ അധികം വീഡിയോസിലൊന്നും നമുക്ക് ആ ഒരു സ്ഥലത്തെക്കുറിച്ചൊന്നും കാണാനായിട്ട് സാധിക്കില്ല കേട്ടോ. അപ്പോൾ ടിജോബ്രോയുടെ ചാനലിൻ്റെ ലിങ്ക് നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഈ ഗ്രാമക്കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ബ്രോയുടെ ചാനൽ എന്തായാലും ഇഷ്ടപ്പെടും. നമ്മളധികം കാണാത്ത സ്ഥലങ്ങളെക്കുറിച്ചൊക്കെ നല്ല ഇൻഫർമേറ്റീവ് ആയിട്ട് തന്നെയാണ് ബ്രോ വീഡിയോസൊക്കെ ചെയ്തേക്കുന്നത് കേട്ടോ. ഈ മേളിലേക്ക് കയറിയ പിന്നെ ഇവിടെ അധികം വീടൊന്നും നോക്കിയിട്ട് കാണുന്നില്ല കേട്ടോ. ഇതൊക്കെ കൃഷി ചെയ്തേക്കുന്നത്, കൊടി കൃഷി ചെയ്തേക്കണം കേട്ടോ, കുരുമുളക്. ഓ അതെന്നോ വലിയ തോട്ടം നോക്കി. എൻ്റെ അമ്മ അതേ മേളിലൊക്കെ ഉണ്ട് കേട്ടോ. ഓ ഇത് എത്ര ഏക്കറുണ്ടാവും, വലിയൊരു തോട്ടമാണ്. ഇത്രയും വലിയൊരു കുരുമുളക് തോട്ടം ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അതേ മേളിലേക്കൊക്കെ ഉണ്ട്, വലിയൊരു തോട്ടമാണ്. അതിൻ്റെ ഇടയ്ക്കോടെ കമുകും അടയ്ക്കാൻ പറയില്ല, അതും വാഴ കൃഷി ചെയ്തിട്ടുണ്ട്. ഇവിടെ വീടുകളൊന്നുമില്ല കേട്ടോ ഈ ഒരു പ്രദേശത്ത്. അതെ അവിടെ ഒരു വീടുണ്ട്. അങ്ങനെ താമസമില്ലാത്ത വീടാണോ? അത് വീടല്ല കേട്ടോ, അതൊരു പള്ളിയാണേ. എന്താ പള്ളി ഇങ്ങനെ കിടക്കണേ? അതുണ്ടോ ഒരു ചെറിയൊരു പള്ളി കാട് പിടിച്ച് കിടക്കുന്നത്. നമ്മൾ താഴെ കണ്ട പോലെ കോൺക്രീറ്റ് ബെഞ്ച് ഈ പള്ളിയുടെ മുറ്റത്ത് പണിതിട്ടാണ്. അവിടെയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. എന്തായിരിക്കും പള്ളി ഇങ്ങനെ കിടക്കണേ? ഫാത്തിമ മാതാ ചാപ്പൽ, പുത്തേട്, വലകെട്ടി. വലകെട്ടി എന്നാട്ടെ ഈ ഒരു സ്ഥലത്തിൻ്റെ പേര്. ഇങ്ങനെ ഒരു പള്ളി ഞാൻ ആദ്യമായിട്ട് കാണും കേട്ടോ. ഞായറാഴ്ചയാണേ, ഞായറാഴ്ചയായിട്ട് പോലും. ഇതിങ്ങനെ കുറേ വർഷങ്ങളായെന്ന് തോന്നണം ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്. കണ്ടു കഴിഞ്ഞാൽ അറിയാം, മൊത്തം മുറ്റത്ത് പുല്ലും കാടൊക്കെ കയറി കിടക്കണുണ്ടോ. ആ മേശയിൽ കണ്ടോ ഈശോയുടെ ഒരു ക്രൂശിത രൂപം കാണാം. ഇവിടെ ഒരു അച്ഛനെ സ്ഥലം വാങ്ങിച്ച, ഒരുപാട് സ്ഥലം ഇവിടെ അവിടെ ഓരോ സംഘടനയുടെ ഒക്കെ ആയിട്ട് വാങ്ങിച്ചിട്ടേക്കുന്ന. പള്ളിയിൽ ആളുകൾ വന്നോണ്ടിരുന്നാണോ? നേരത്തെ വിഷുവിലായിട്ട് പ്രവർത്തിക്കുന്നു. അതെ അല്ലേ? അതെ അല്ലേ? കട്ടക്കൽ അച്ഛൻ എന്ന് പറയും, കട്ടക്കൽ പാല ഈ ആദിമന്ദിരത്തിലെ പുള്ളിയുടെ. ഇത് ഏത് രൂപതയുടെ പള്ളി? ഇത് പാലാരൂപതയുടെ അല്ലേ? ചൂട്ടുപാളയ്ക്ക് ഒത്തിരി കയറി പോണോ? ഒത്തിരി കയറി പോണോ അല്ലേ? നടന്ന് കയറി പോണോ അല്ലേ? നിങ്ങൾ എവിടെ താമസിക്കുന്നത്? ഇവിടെ വീടുകളൊക്കെ ഒത്തിരി ഉണ്ടോ ഈ പ്രദേശത്ത്? ഉണ്ടല്ലേ? ഈ മലയിലുണ്ടോ? ഉണ്ടല്ലേ? അപ്പൊ താഴേന്ന് തുടങ്ങണ ഒരു നല്ല വഴി ഏകദേശം 1 കിലോമീറ്റർ വരെ ഉള്ളൂ. ഇനി നമുക്ക് നടന്നു പോകണം കേട്ടോ. കുറച്ചുകൂടെ കഴിഞ്ഞാൽ പിന്നെ ഓഫ് റോഡാണേ. അപ്പോൾ എന്തായാലും ഞാൻ വണ്ടി ഇവിടെ സേഫ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ഷെഡ്, ആ ഷെഡിൻ്റെ പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ എനിക്ക് തോന്നുന്ന വീടുകൾ അങ്ങനെ നോക്കിയിട്ടൊന്നും കാണുന്നില്ല. ഇത് വലിയൊരു കൃഷിയിടം കേട്ടോ. അപ്പോൾ ഈ കൃഷിത്തോട്ടത്തിൽ വരുന്നവരൊക്കെ വണ്ടി വയ്ക്കാനായിട്ട് നിർമ്മിച്ചേക്കുന്നൊരു ഷെഡാന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇനി എന്തായാലും നടന്നു പോകാം. ഇതൊക്കെ പ്ലാവ് നിറച്ച് ചക്ക കായ്ച്ച് കിടക്കണേ. ഈ ഓസ് മേളിലേക്കൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. അത് ഈ കൃഷിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇടുക്കിയിലൊക്കെ ചെല്ലുമ്പോൾ കാണുന്ന പോലെയുള്ള കൃഷികളാണ് മെയിനായിട്ട് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് കേട്ടോ. താഴെ നമ്മൾ കുരുമുളക് കണ്ടെങ്കിൽ ഇവിടെ നിറയെ കാപ്പി കേട്ടോ, വലിയൊരു കാപ്പിത്തോട്ടമാണ്. അതിൻ്റെ ഇടയ്ക്കോടെ വേറെ എന്തൊക്കെയോ കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട്. ഏലം ഉണ്ടേ, ഏലം, കാപ്പി, കുരുമുളക്, നമ്മുടെ ഹൈറേഞ്ചിൻ്റെ തനതായ കൃഷികളൊക്കെയാണ്. ഇടയ്ക്കോടെ ജാതി കൃഷി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്കോടൊക്കെ ഇഷ്ടം പോലെ പ്ലാവും മാവും അങ്ങനെ എല്ലാം നന്നായിട്ട് കായ്ച്ചൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ നേരെ നോക്കുമ്പോൾ വലിയൊരു പാറ കാണാം. അതിൻ്റെ മുകളിലേക്കാണോ നമുക്ക് കയറേണ്ടത്? ഇവിടെ എന്താണ് ഇത്? വീടാണോ? അത്
വീടാകാൻ വഴിയില്ല കേട്ടോ. ഈ കൃഷിയായിട്ട് ബന്ധപ്പെട്ട ഈ മലഞ്ചരക്കൊക്കെ എടുത്തു വെക്കാനായിട്ടുള്ള ഷെഡ് വല്ലതായിരിക്കും. വളരെ ചെറിയൊരു കെട്ടിടമല്ലേ. കണ്ടോ ജാതി. ഈ ജാതിക്കൊക്കെ നല്ല വെള്ളം ആവശ്യമാണ്. അപ്പം ജാതിയൊക്കെ നനയ്ക്കാനായിട്ട് ഓസിൽ വെള്ളം കൊണ്ടുപോകുന്നതായിരിക്കും. ഇന്നലെ എന്തായാലും നല്ല മഴ ഇവിടെ ഈ പ്രദേശത്ത് പെയ്തിട്ടുണ്ട്. വെള്ളമൊക്കെ ഒഴുകി വന്ന പാടുകളൊക്കെ ആണ് കേട്ടോ. എന്ത് പ്ലാവാന്ന് നോക്കി ഈ പറമ്പിൽ. ഈ ചക്കയൊന്നും ആർക്കും വേണ്ടേ, അതുപോലെയാണ് കായ്ച്ചു കിടക്കുന്നത്. എന്തായാലും ഈ വർഷം പ്ലാവും മാവൊക്കെ നല്ല രീതിയിൽ കായ്ച്ചിട്ടുണ്ട്. ഇതുണ്ട് ഏലം. അങ്ങനെ വലിയ ഏലത്തോട്ടമൊന്നുമല്ല, എല്ലാം കൂടെ ഇങ്ങനെ ഇട കലർന്ന് നിൽക്കുക കേട്ടോ. ആ മേളിൽ നിന്ന് മലയിൽ നിന്ന് എവിടുന്നോ വെള്ളം ഒഴുകി പോകുന്ന ഒരു ചാല കേട്ടോ. ഇതുണ്ടോ വെള്ളം കുത്തി ഒലിച്ച് താഴേക്ക് പോകുന്നുണ്ടല്ലേ. വെള്ളമില്ല, വെള്ളം വരുമ്പം നല്ല രീതിയിൽ വെള്ളം ഒഴുകുന്നൊരു സ്ഥലം കേട്ടോ. വലിയൊരു കാപ്പിത്തോട്ടമാണ് കാണുന്നത്. ഇതിൻ്റെ മേളിലായിട്ട് അവിടെ ഒരു വാട്ടർ ടാങ്ക് കാണാം. ആ ടാങ്കിലേക്ക് വെള്ളം അടിക്കാനായിട്ട് ഇതുണ്ടോ ഇതിലൊരു ഇരുമ്പിൻ്റെ പൈപ്പ് മേളിലേക്ക് പോകുന്നുണ്ട്. മിക്കവാറും മലങ്കര ജലാശയത്തിൽ നിന്ന് അവിടുന്നതിലേക്കായിരിക്കും വെള്ളം പമ്പ് ചെയ്ത് മേളിലേക്ക് എത്തിക്കുന്നത്. കൂടുതൽ അറിയിട്ടില്ല. ഒരു പ്രത്യേക തരം പ്ലാവ് കണ്ടോ, അതിൻ്റെ ചക്ക ഇങ്ങനെ ഫുട്ബോൾ പോലെ ഉണ്ടച്ചക്കയാണേ. അതിങ്ങനെ നിറയെ കായ്ച്ചിട്ടുണ്ട്. ആ മൂത്ത ചക്ക കേട്ടോ, അധികം വലിപ്പം വെക്കില്ല, ഇങ്ങനെ ഉരുണ്ടിരിക്കും. അപ്പോൾ ആ ടാങ്കിൻ്റെ അങ്ങോട്ട് കയറിപ്പോകുന്ന ഒരു വഴിയാണിത്. ടാങ്കിൻ്റെ അങ്ങോട്ട് പോകുന്നതല്ല, ഇതെങ്ങോട്ടാണ് ഈ വഴി പോകുന്നത്? ഇത് ആ വഴി കോൺക്രീറ്റ് വഴിയാണ്, മേളിലേക്ക് കിടക്കുന്നുണ്ട്. ചിലപ്പോൾ ഇത് അവിടെ വീടുകളൊക്കെ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ കൃഷി സ്ഥലങ്ങളൊക്കെ ആയിരിക്കും. നമുക്കെന്തായാലും നേരെ ആട്ടോ പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഈ വഴി കോൺക്രീറ്റ് വഴി തീരുവാണ്. ഇത് കണ്ടോ ഓഫ് റോഡാണേ. അപ്പോൾ എന്തായാലും സ്കൂട്ടറും കൊണ്ട് ബൈക്ക് കൊണ്ടൊക്കെ വരുമ്പോഴത്തേനും ഇച്ചിരി പാടാണ് കയറിപ്പോകാൻ. ഓഫ് റോഡ് വണ്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കയറി പൊക്കോളും. ജീപ്പും ഓഫ് റോഡ് ബൈക്കുകളൊക്കെ നമുക്ക് മേളിലേക്ക് കൊണ്ടുപോകാം കേട്ടോ. ഇതിൽ ജീപ്പൊക്കെ കയറി പോയിട്ടുണ്ട്, ടയറിൻ്റെ പാട് കാണാനായിട്ട് പറ്റും. ഇവിടെയൊക്കെ റബ്ബർ കൃഷി ചെയ്തിട്ടുണ്ട്. തൈ റബ്ബറുകളാണ്, അധികം വർഷമൊന്നും ആയിട്ടില്ല ഇവിടെ പ്ലാന്റ് ചെയ്തിട്ട്. ഈ സ്ഥലത്തിൻ്റെ പേരല്ലേ വലകെട്ടി? പള്ളിയുടെ അവിടെ എഴുതി ചേർന്നുണ്ടു. ഇതാരുടെ ഈ തോട്ടം? ഇത് പാലക്കാരൻ ജോയി എന്ന് പറഞ്ഞൊരു പാർട്ടിയാ. ജോയി ഒരാളുടെ ആണോ? ഒരാളുടെ. ഈ മൊത്തം താഴെ കണ്ട കുരുമുളകും? ഓക്കെ, 40 ഏക്കറുണ്ട് അല്ലേ? ആ കുരുമുളക് തോട്ടം താഴത്തെ അത് പൊതമംഗലംകാരൻ. ഇത് ഒരാളുടെ സ്ഥലമല്ലേ? ഇത് വേറെ. ഓക്കെ. നിങ്ങൾക്ക് എന്താ പണിയൊക്കെ? ഞങ്ങൾക്ക് കൃഷിപ്പണിയൊക്കെ. കൃഷിയാ? ഓക്കെ. ആ വെള്ളം എവിടുന്ന് അടിക്കണേ? താഴെ ടാങ്കിലേക്ക്? അല്ലാതെ എവിടുന്നാ വെള്ളം അടിക്കുന്നത് എടുക്കണേ? 4 കിലോമീറ്റർ, 2-3 കിലോമീറ്റർ പോകണം. അതെയോ? സ്ഥലം ഏതാ അത്? ഞാൻ മലങ്കര ജലാശയമാണോ? മലങ്കരന്നാണോ? അല്ല. അല്ലല്ല, ഈ വെള്ളം ടാങ്കിലേക്ക് വെള്ളം എടുക്കുന്നത് അത് വലകെട്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ മുകളിലാണ്. അതെല്ലേ, അവിടുന്നാണ് വെള്ളം എടുക്കുന്നത്? ഓ അങ്ങനെ. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ കൃഷിയുടെ ആവശ്യം വേണ്ടിട്ടേ താഴേന്ന് അടിച്ചെടുക്കണ വെള്ളമായിരിക്കും. ഇത് മുകളിൽ നിന്ന് വന്ന ഈ ടാങ്ക് കെട്ടി അവിടെ ഒരു ടാങ്ക് കെട്ടിട്ടുണ്ട്. ആ ടാങ്കിൽ നിന്ന് വരുന്ന ഇവിടെ സ്റ്റോക്ക് ചെയ്യും. മേളിൽ അങ്ങനെ വെള്ളം സോഴ്സ് എങ്ങനെ മഴ പെയ്ത വെള്ളമാണോ? അത് ഉണ്ട്. ശരി. അപ്പം അതാട്ടോ ശരിക്കും ടാങ്ക് എനിക്ക് സംശയം തോന്നിയായിരുന്നു. മേളിൽ വലകെട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് എടുക്കണ വെള്ളമാണ്. അപ്പം ഇവിടെ ഒരു വീടുണ്ടല്ലോ മേളിൽ. ആരും ഇല്ല കേട്ടോ, ഇതൊരു പണി തീരാത്തൊരു വീടാണ് കണ്ടോ. അപ്പോൾ നമുക്ക് ഒത്തിരി നടക്കാൻ കേട്ടോ. ആ ചേട്ടന്മാർ പറഞ്ഞു നമ്മളൊന്നും ആയിട്ടൊന്നുമില്ല. അപ്പം ഇങ്ങോട്ട് കയറി തന്നെ ഉണ്ടല്ലോ ഒരു വനത്തിൻ്റെ ഒരു പ്രതീതി കേട്ടോ. വനത്തിൽ കയറുമ്പോൾ ഉള്ള ഒരു പക്ഷികളുടെയും പ്രാണികളുടെയൊക്കെ ഒരു സൗണ്ടില്ലേ, അപ്പം അതുപോലെ തന്നെ. ആ കാരണം ഒരു നെല്ലിമരം കേട്ടോ, നിറച്ച് കായ്ച്ച് കിടക്കുന്നുണ്ടേ. താഴെയൊക്കെ ചാടി കിടക്കുന്നുണ്ട്. ഇത് മറ്റേത് കേട്ടോ, കാട്ടുനെല്ലിയാണേ. ചെറിയൊരു ചവർപ്പും കയ്പ്പൊക്കെ ഉണ്ടായിരിക്കും കഴിച്ച് കഴിയുമ്പോൾ. കുറച്ച് വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ ഇത് കഴിച്ചിട്ട് കുടിച്ച് നല്ല മധുരമാണ്. ഞാൻ സത്യം പറഞ്ഞാൽ വെള്ളം എടുത്തിട്ടില്ല, ഒന്നും എടുത്തിട്ടില്ല. പിടിയും വിട്ടിങ്ങ് പോകുന്ന കേട്ടോ. ഇവിടെ ഒരു ഓലിയാന്ന് തോന്നുന്നു ഇത്. ഓലി കേട്ടോ. ഇതുണ്ടോ നിറയെ വെള്ളമുണ്ടേ. ഇവിടുന്ന് വെള്ളം ഓസ് വഴി എടുക്കുന്നുണ്ട്. നമുക്ക് പോകേണ്ടത് മേളിലേക്കാന്ന് തോന്നുന്നു. ഇതിലൊരു വഴി കിടക്കുന്നുണ്ട്. അത് വലിയൊരു പാറയാണ്. ഇതൊരു അരുവി ഒഴുകുന്ന കേട്ടോ ഇതിലെ. വെള്ളം കുറവാണ്. മഴക്കാലത്ത് അടിപൊളിയായിട്ട് വെള്ളം ഒഴുകുന്ന ഒരു അരുവിയാണ്. പാറയുടെ മേളിൽ കൂടെ കണ്ടില്ലേ. മഞ്ഞൾ കൃഷി ചെയ്തിട്ടുണ്ട്. മഞ്ഞളും ഇത് കൂവയാന്ന് തോന്നുന്നു കണ്ടിട്ട്. ഈ പ്രദേശത്ത് എന്തോരം കുടംപുളിയാണെന്നറിയോ. വലിയ മരങ്ങൾ കാണാം നമുക്ക്. നല്ല രീതിയിൽ ആദായം കിട്ടുന്ന ഒരു പ്രദേശം കേട്ടോ. നമുക്ക് ഈ ഒരു പ്രദേശത്തൊക്കെ ഇതുപോലെ കുറേ വീടുകളൊക്കെ വെറുതെ കിടക്കുന്ന കാണാം കേട്ടോ, താമസമില്ലാതെ.
അപ്പോൾ എന്തായാലും നേരത്തെ കുറേ ആളുകളൊക്കെ താമസിച്ചുകൊണ്ടിരുന്നൊരു ഏരിയയാണ്. ഈ സൗകര്യങ്ങളൊക്കെ വളരെ പരിമിതമായതുകൊണ്ടായിരിക്കും മിക്കവാറും ഇവിടുന്ന് പോയത് കേട്ടോ. കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ നടന്ന് ഏകദേശം എത്താറായെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇവിടെ നമുക്ക് ചെറിയൊരു ഓലി കാണാം കേട്ടോ. അപ്പോൾ ഈ പ്രദേശം ഈ മലയുടെ മേളിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഉറവയുള്ള സ്ഥലമാണ്. അതുകൊണ്ടാണ് ആ ചേട്ടൻ പറഞ്ഞില്ലേ ടാങ്കിൽ വെള്ളം കിട്ടാനുള്ളൊരു കാരണം പറഞ്ഞില്ലേ. അപ്പോൾ ഇവിടുന്ന് ഈ ഉറവയെന്നും മഴയൊക്കെ പെയ്യണ വെള്ളം എടുത്തിട്ടാണ് ടാങ്ക് നിറയ്ക്കുന്നത് കേട്ടോ. അടിപൊളി ഒരു വ്യൂ കേട്ടോ. നമ്മൾ താഴെ തന്നെ അരുവി കാണിച്ചു തന്നില്ലേ, ആ പാറയാണേ. അപ്പം ഇതിലാണ് അരുവി ഒഴുകി പോകണത്. കണ്ടോ, നമുക്ക് ഒഴുകി പോകണ കാണാം അങ്ങോട്ട്. ഏകദേശം 1 കിലോമീറ്ററോളമായി നമ്മൾ താഴെ നിന്ന് നടക്കാൻ തുടങ്ങിയിട്ട്. കണ്ടോ, വേർത്ത് കുളിച്ചു, നല്ല വെയിലും ആയിട്ടുണ്ടേ. അപ്പോൾ ഈ ഒരു സ്ഥലത്തിന് വലകെട്ടി എന്ന് പേര് വരാനുള്ളൊരു കാരണം എന്ന് വെച്ചാൽ ഈ ഒരു പ്രദേശം ഇവിടെയായിട്ട് ഇത് പണ്ട് കാലത്ത് വലിയൊരു വനപ്രദേശമാണ് കേട്ടോ. അപ്പം അന്ന് ഇവിടെ ധാരാളം വന്യമൃഗങ്ങളുണ്ടായിരുന്നു. ആ മൃഗങ്ങളെ പിടിക്കാനായിട്ട് ഇവിടെ വലിയ വല കെട്ടി വയ്ക്കും. വലയിൽ മൃഗങ്ങളൊന്നും ചാടൂല, അങ്ങനെ മൃഗങ്ങളെ പിടിച്ചുകൊണ്ടിരുന്നൊരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ടാണ് വലകെട്ടി എന്ന് ഈ ഒരു സ്ഥലത്തിന് പറയുന്നത് കേട്ടോ. ഈ ചൂട്ടുപാളക്കല്ല് അന്വേഷിക്കാൻ കുറേ നേരമായിട്ടോ ഇതിൽ നടക്കാൻ തുടങ്ങിയിട്ട്. എവിടെയാണെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഏതോ ഒരു മലയുടെ മേളിലാട്ടോ. ഇതിൻ്റെ മേളിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് കുറേ മലകൾ കാണാം. അതിലേത് മലയുടെ മേളിലാണ് പോയി കയറേണ്ടതെന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ല. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഐഡിയക്ക് റേഞ്ച് ഇല്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ നമ്മുടെ ടിജോപ്രാനെ വിളിക്കാൻ നോക്കി, നടപടിയില്ല. എന്തായാലും ചൂട്ടുപാളക്കല്ലുള്ള മലയുടെ മേളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇല്ലിക്കല്ലിൻ്റെ ഭാഗങ്ങൾ ഇല്ലിക്കല്ല് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ വരുന്നത് മിക്കവാറും ആ ഒരു സൈഡിലായിരിക്കും. അത് വലിയൊരു മലയാണേ. അപ്പോൾ എന്തായാലും ഈ വഴി ആയിരിക്കും. നമ്മൾ ഇതിലാണ് കയറി വന്നേ. കണ്ട ഇടത്തോട്ട് കിടക്കണ വഴി ആ മലയുടെ മേളിലേക്ക്. എന്നാ വ്യൂ ആ നോക്കി, ഏത് സൈഡിലേക്ക് നോക്കിയാലും. അവിടെ ഒരു ചേട്ടൻ അവിടെ പണിയുന്നുള്ള ചേട്ടനോട് ചോദിക്കാം. പിന്നെയും പോണം. എൻ്റെ അമ്മു, ആ കാണുന്ന ഏറ്റവും മേളിൽ നിന്നോ? ഇങ്ങനെ ഇവിടെ കയറിയിട്ട് ഞാൻ മണ്ട ചെല്ലണം. മണ്ട ചെല്ലുമ്പോൾ നേരെ അങ്ങ് പോകണം. അങ്ങ് പോയിട്ട് ഞാൻ മല ഉണ്ടോ ഏറ്റവും മേളില്, അതിന്റെ അപ്പുറയാണ് ചൂടാക്കറ്റ്. ഒത്തിരി നടക്കാനുണ്ടല്ലേ. ചുറ്റീന്തല്ലേ കേട്ടത്. അപ്പോൾ ഇതാണ് ചുറ്റീന്തെന്ന് പറഞ്ഞേ, ചെറിയ പന കേട്ടോ. ഇത് ചൂലുണ്ടാക്കാനായിട്ട് കാണാം. ഇതിൻ്റെ ഓല വെച്ചിട്ടാണ് ചൂലുണ്ടാക്കണേ. അപ്പോൾ നമുക്ക് ആ വലിയ മലയുടെ മേളിൽ പോയി കയറണം. വഴിയൊന്നും ഇല്ല കേട്ടോ, അവിടെ വരെ ഉള്ളൂ വഴിയില്ലേ. ഇനിയിപ്പോൾ ഇറങ്ങി വരും വഴി തെറ്റിപ്പോവോ, അതാണ് ഒരു ഡൗട്ട്. അയ്യോ, ഇങ്ങനെ കയറി പോയിട്ട് നമ്മൾ വരെ മണ്ട വരെ റോഡുള്ളൂ. ഓക്കെ, അതല്ലേ ആ കാണണം അല്ലേ. റോഡിന്റെ പാട് കാണാം. അവിടുന്ന് പിന്നെ നമ്മുടെ വന്നുണ്ടോ റോഡ് പോലെ കാണുന്നുണ്ടോ? അവിടെ പൊന്നെ എത്ര ദൂരം. അവിടെ വരെ ഇതുപോലെ ഒരു പോക്കറ്റ് റോഡ് പോലെ ഉണ്ട്. അതിന് പാറ കയറി പാറയില്ല, നേപ്പാറ, അങ്ങനത്തെ പാറ. മനസ്സിലായി. ആ പാറ കയറിയിട്ട് പണ്ട് പിന്നെ പോകണം അല്ലേ. എത്ര കിലോമീറ്റർ വരെ ഏകദേശം? എൻ്റെ പൊന്നെ, 4 കിലോമീറ്ററോ? ചേട്ടൻ എവിടെ താമസിക്കുന്നേ? താഴത്തെ സ്ഥലത്തിന്റെ പേരണ മേച്ചാല്. നമ്മുടെ മേലുകാവ് കൊടുത്ത് മേച്ചാലൊക്കെ ആട്ടോ താഴെ വരുന്ന പ്രദേശം. അപ്പം എന്തായാലും നമ്മൾ ഇത്രയും കയറി കഷ്ടപ്പെട്ട് വന്നതല്ലേ. എങ്ങനെയാണത് കാണാതെ പോകുന്നത്? അവിടെ എത്താതെ ആ വലിയ മല കയറാൻ പോകട്ടോ. ടെമ്പോ, ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ഹൈക്ക് ചെയ്യാൻ പോകുന്നത്. ഈ വഴി സൈഡിൽ ഇവിടെ ചെറിയൊരു വീട് കണ്ടോ. ആ ചേട്ടൻ്റെ വീടായിരിക്കും മിക്കവാറും. ഒരു കുഞ്ഞു വീട്, ഈ ഒരൊറ്റ വീട് മാത്രമേ ഉള്ളൂ ഇവിടെ. എന്തായാലും താമസിക്കണ്ട, ഇവിടെ താമസിക്കും തോറും റിസ്ക് കൂടും. ഞാൻ ഇത്രയും വിചാരിച്ചില്ല കേട്ടോ. ഞാൻ വിചാരിച്ച ഇവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ മല എത്തണ ഒരു സ്ഥലത്ത് തന്നെ ആയിരിക്കും എന്നാണ്. പക്ഷെ നമ്മുടെ പ്രതീക്ഷകളെല്ലാം തെറ്റി. അപ്പോൾ നമുക്ക് പോകേണ്ടത്, ആ ചേട്ടൻ പറഞ്ഞ കറക്റ്റാണ്, ആ ഒരു മലയുടെ കൂടെ പോകണ്ടേ. അതെ, ഇല്ലിക്കല്ലാണ് ആ ഒരു ഭാഗത്ത് കാണണം കേട്ടോ. നല്ല തണുത്ത കാറ്റും അന്തരീക്ഷമൊക്കെ അങ്ങ് മാറിയിട്ടോ. അടിപൊളി ക്ലൈമറ്റ്. ആ ഏരിയ നോക്കി. ഇലുവീഴാപ്പൂഞ്ചിറയുടെ ചെറിയ രീതിയിൽ ഇവിടുന്ന് കാണാം കേട്ടോ. ഇലുവീഴാപ്പൂഞ്ചിറ കാണാം. ആ വയർലെസ് സ്റ്റേഷൻ്റെ ഒക്കെ ഭാഗം പൊടിയായിട്ട് ഇവിടുന്ന് കാണാം കേട്ടോ. അവിടെ ആ ഏരിയ ഇങ്ങനെ കിടക്കണ കണ്ടില്ലേ. ഈ ചുറ്റിന്ന് നിറയെ കായ്ച്ചു കിടക്കണ്ട. ഈ കാ കണ്ടോ, ഈ മഞ്ഞ, ഇത് പഴുത്തിട്ടില്ല. ഈ കറുത്തൊക്കെ പഴുത്തതാണേ. ഇത് നമുക്ക് തിന്നാട്ടോ. കറക്റ്റ് നമ്മൾ ഈന്തപ്പഴം കഴിക്കില്ലേ, അതേ സെയിം ടേസ്റ്റ് ആണേ. അപ്പോൾ നമ്മൾ ആ ഒരു മല കയറി കഴിഞ്ഞു. ഇനി ആ ഒരു വലിയ പാറ കാണില്ലേ ഫ്രണ്ടിൽ, അതുകൂടി കീഴടക്കണം. അപ്പോൾ ഈ കാണുന്നത് മലയിഞ്ചിയാന്ന് തോന്നുന്നു, മലയിഞ്ചി തോട്ടമാണേ. കുറേ ഏരിയയിൽ അത് നട്ട് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇതുണ്ടോ, ഇവിടെയൊക്കെ എന്തോ ഒരു കുടിലൊക്കെ ഉണ്ടായിരുന്നൊരു ലക്ഷണമാണല്ലോ കണ്ടിട്ട്. കാണുന്നതൊക്കെ ഇങ്ങനെ പൊളിഞ്ഞു കിടക്കുവാണ്. ഇതാരാണ് ഇവിടെ കൊണ്ട് മലയിഞ്ചി കൊണ്ട് കൃഷി ചെയ്ത് വെച്ചേക്കുന്നത്? ഇത് കണ്ടോ, വലിയൊരു തോട്ടാ.
പാറയിൽ കൂടെ ഈ അരികും വഴി നമുക്ക് ചവിട്ടി കയറാം. അവിടുന്ന് നടപ്പ് തുടങ്ങി കേട്ടോ. അങ്ങ് മല കാണുന്നില്ലേ അവിടുന്ന്. അപ്പോൾ നമുക്ക് ഇതുവരെ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല കേട്ടോ. ഏറ്റവും ടോപ്പിലാണ് നിൽക്കുന്നത്. ഇതൊക്കെ താഴേക്കൂടി റോഡ് പോകണുണ്ടോ? എന്ത് ഹൈറ്റുള്ള സ്ഥലത്താണെന്നറിയോ? ഇനി നമുക്ക് ആ ഒരു സ്ഥലം എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പം അങ്ങ് ദൂരെ വലിയൊരു പാറ കാണാം. അതാന്ന് തോന്നുന്നു നമ്മുടെ ചൂട്ടുപാളക്കല്ല്. അങ്ങോട്ടേക്ക് കുറച്ച് നടക്കണം കേട്ടോ ഇല്ലേ. യെസ്, അപ്പോൾ ഇതാണ് ഞാൻ ആ കാണിച്ചു തന്ന പാറ. നമ്മൾ സ്ഥലത്തെത്തി കേട്ടോ, ചൂട്ടുപാളക്കല്ലിലെത്തി. ഏറെ പണിപ്പെട്ടു കേട്ടോ ഇവിടെ എത്തിച്ചേരാനായിട്ട്. ഇത് നടന്ന് നമുക്ക് അപ്പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുമോ? ഓക്കെ, യെസ്. അപ്പം ഇതിൻ്റെ താഴെയാണേ ഒരു ഗുഹയാട്ടോ. അമ്പോ, ഇതാണ് സ്ഥലം. അപ്പോൾ ഇവിടെ എത്തിച്ചേരാൻ ഇച്ചിരി കഷ്ടപ്പാടുണ്ട്. ആ മലയെല്ലാം കയറണം. പക്ഷെ അടിപൊളി, നല്ലൊരു പീസ്ഫുൾ പ്ലേസ് ആട്ടോ. എന്തായാലും ഈ ഒരു സ്ഥലം പറഞ്ഞു തന്ന ടിജോ ബ്രോ ഒരുപാട് താങ്ക്സ് ഉണ്ടേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു പീസ്ഫുൾ സ്ഥലമാണ്, അടിപൊളി സ്ഥലമാണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഒരു ഇവിടെ അരങ്ങേറിയ ഒരു സംഭവം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ചരിത്രം അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വിഷമം തോന്നും കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞില്ലേ ഇവിടെ വലിയൊരു സംഭവം അരങ്ങേറിയിട്ടുണ്ടെന്ന്. പക്ഷെ അങ്ങനെ ഒരു സംഭവം നടന്നതിനെപ്പറ്റി യാതൊരുവിധ രേഖകളൊന്നും ഇന്ന് നിലവിലില്ല. ഇവിടുത്തെ പ്രദേശവാസികൾ 1-2 പേരോട് ചോദിച്ചതിൻ്റെയും നമ്മുടെ ടിജോ ബ്രോയുടെ വീഡിയോയിൽ ഇന്നാട്ടുകാരനായിട്ടുള്ള ചേട്ടൻ പറയുന്നതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് കേട്ടോ. അതായത് ഈ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് 80 വർഷങ്ങൾക്ക് മുന്നേ ബ്രിട്ടീഷുകാരുടെ കാലത്താണ് ഈ ഒരു പ്രദേശത്തോട് ചേർന്നുള്ള പുള്ളിക്കാനം മേഖലയിലെ ജോലി ചെയ്തുകൊണ്ടിരുന്ന തോട്ടം തൊഴിലാളികൾ തൊഴിലുടമയുടെ പീഡനവും വസൂരി രോഗമൊക്കെ ഭയന്ന് 42 പേര് ഒരു രാത്രി ഓടി വന്ന് അഭയം പ്രാപിച്ചൊരു സ്ഥലമാണിത്. അന്ന് ഇവിടുത്തെ കൊടിയ തണുപ്പിലും വിശപ്പൊക്കെ സഹിക്കാനാവാതെ ഒരു 42 പേരിൽ ഒരാളൊഴികെ 41 പേരും മരണപ്പെട്ടു എന്നാണ് ചരിത്രം പറയുന്നത് കേട്ടോ. ഇതൊരു ചരിത്രമാണോ അല്ലെങ്കിൽ ഇത് വെറും കെട്ടുകഥയാണോ എന്ന് അതിൽ കൂടുതൽ വ്യക്തത ലഭിക്കാനായിട്ട് ഈ ഒരു സംഭവം നേരത്തെ കേട്ടിട്ടുള്ളവരും അതുപോലെ തന്നെ ഇന്നാട്ടുകാരായിട്ടുള്ളവരൊക്കെ നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്താണെന്ന് പറയണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിനെ നമുക്കൊരു ഗുഹ എന്നൊന്നും വിളിക്കാൻ പറ്റില്ല കേട്ടോ. എന്നാലും ഗുഹയോട് സമാനമായിട്ടുള്ള ഒരു സ്ഥലമാണ്. വലിയ പാറക്കല്ലുകൾ ഇങ്ങനെ കൂടിച്ചേർന്നിരിക്കുന്ന ഒരു ഇടുക്കാണ്. അതിൻ്റെ അകത്ത് കുറേ പേർക്കൊക്കെ ഇതിൻ്റെ അകത്ത് നിൽക്കാം കേട്ടോ. അതിനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. ഇതിൽ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. അപ്പോൾ ഇറങ്ങി നേരെ വരുന്നത് ഇല്ലിക്കൽ കല്ല് ആണ്. നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നത്. കോടയൊക്കെ കയറി കിടക്കുവാണ്. ഇല്ലിക്കലിൻ്റെ ആ കാണുന്ന മലയില്ലേ, അതാണ് നല്ലതണ്ണി മല. അതിൻ്റെ മുകളിൽ ഞങ്ങളൊന്ന് കയറിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ടേ. അവിടെ നിന്നാലാണ് ഏറ്റവും അടിപൊളിയായിട്ട് ഇല്ലിക്കല്ല് നമുക്ക് കാണാൻ പറ്റുന്നത്, ഏറ്റവും അടുത്തായിട്ട് കാണാൻ പറ്റുന്നത് ഈ ഒരു പ്രദേശത്തെ വലിയൊരു മല അതാട്ടോ. അപ്പോൾ നമ്മളങ്ങനെ തിരിച്ച് മല ഇറങ്ങി തുടങ്ങി. ഏകദേശം 2 മണിക്കൂർ നടന്നിട്ടാണ് ഞാൻ ആ സ്ഥലത്തെത്തിയത് കേട്ടോ. ഇനി അത്രയും മണിക്കൂർ നടക്കണം നമുക്ക്. കാരണം ആ ഒരു സൈഡ് എന്നൊക്കെ പറയുന്നത് മൂലമറ്റമാണ്. മൂലമറ്റം ടൗണിൻ്റെയൊക്കെ ഭാഗങ്ങൾ നമുക്കിവിടെ കാണാം. അത് ഇടുക്കി ജില്ലയും ഈ ഒരു സൈഡ് നമ്മുടെ ഇല്ലിക്കല്ലൊക്കെ വരുന്നത് ആ ഒരു സൈഡ് കോട്ടയം ജില്ലയാട്ടോ. അതിൻ്റെ നടുക്ക് കിടക്കുന്ന ഒരു മലയാണ്. ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്ന ഇടുക്കി ജില്ലയാണെന്ന് തോന്നുന്നു എനിക്ക്. അതെ, ഇടുക്കി ജില്ല തന്നെയായിരിക്കും. ഈ മലയുടെ അപ്പുറമാണ് കോട്ടയം ജില്ല വരുന്നത്. സമയം 1 മണിയായി. ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ്. മഴ പെയ്യാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിൽക്കുന്നത് ഭയങ്കര റിസ്ക്കാണ്. കാരണം മഴയുള്ള സമയത്ത് ഇങ്ങോട്ടേക്ക് വരുന്നത് തന്നെ ഭയങ്കര റിസ്ക്കാണ്. കാരണം വെച്ചാൽ ഇടിവെട്ട്, ഉയർന്ന പ്രദേശമല്ലേ, ഇടിവെട്ടാനുള്ളതൊക്കെ സാധ്യതയുണ്ട്. ആ ഒരു സമയത്തൊന്നും കഴിവതും ആരും ഇങ്ങോട്ട് കയറി വരാതിരിക്കുക. എൻ്റെ കയ്യിലാണെന്നുണ്ടെങ്കിൽ ഒരു തുള്ളി വെള്ളം പോലും ഇല്ല. അധികം സമയം നിന്ന് കഴിഞ്ഞാൽ ആ ഒരു പാവപ്പെട്ട ആളുകൾക്ക് സംഭവിക്കും കേട്ടോ. അങ്ങനെ ആക്കണ്ട മലകളെല്ലാം ഇറങ്ങി നല്ല നടപ്പ് നടന്ന് താഴെ എത്തി കേട്ടോ. കാലൊക്കെ നല്ല രീതിയിൽ വേനടിക്കുന്നുണ്ട് കേട്ടോ. അത്രയും നടപ്പ് നടന്നല്ലേ ആ മലയൊക്കെ ഇറങ്ങിയിട്ട്. അതുകൊണ്ടാണ് ഇറങ്ങുകയും ചെയ്തല്ലോ. രണ്ടും കൂടെ ആയപ്പോഴത്തേനും നല്ല പണി കിട്ടി. പിന്നെ ഇഷ്ടംപോലെ ഓലിയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വയറ് നിറച്ച് വെള്ളം കോരി കുടിച്ചു. നല്ല അടിപൊളി വെള്ളമായിരുന്നു. അതുകൊണ്ട് ദാഹമൊക്കെ മാറി. എന്നാലും വിശക്കുന്നുണ്ട്. താഴെ ചെന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കണം. അപ്പോൾ നിങ്ങളിവിടെ വരുവാണെന്നുണ്ടെങ്കിൽ നല്ല ഓഫ് റോഡൊക്കെ ചെയ്യാൻ പറ്റിയ ബൈക്കും വണ്ടികളൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം മേളിൽ തന്നെ കയറി ചെല്ലാം കേട്ടോ. പിന്നെ ഞാനീ നടന്ന് അത്രയും നടക്കേണ്ട ആവശ്യമില്ല. കുറേ ദൂരം നമുക്ക് വഴിയുണ്ടല്ലോ. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ ഇവിടുത്തെ കാഴ്ചകൾ എന്ന് പറയുന്നത്. എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.